ഞാൻ പറവൂരുള്ള നോർത്ത് പറവൂർ പൂരത്തിന് വേണ്ടി എല്ലാ വർഷവും വരാറുണ്ട്. അതിരാവിലെ വന്നു. അതിരാവിലെ ഒരു 6:30 കൂടെ എത്തും. 5 മണിക്ക് വീട്ടിൽ നിന്ന് വരും. എല്ലാ വർഷവും വരും. നീ എപ്പോഴാ തിരിച്ചു പോകും? അത് എല്ലാം കഴിഞ്ഞു ഇല്ല പാറമക്കാവ് 2 മണിയാകുമ്പോൾ പോകും. നിൽക്കില്ല ഉച്ച വരെ 2 മണി. ഇതില് ഏറ്റവും അധികം കാണാൻ ആഗ്രഹിക്കുന്നത് എന്താ? കാണാതിരിക്കുന്ന പ്രത്യേകിച്ച് ആനകളെ ചമയമില്ലാതെ ആനകളെ കാണാൻ ഏറ്റവും കൂടുതലായിട്ട്. പിന്നെ അത് കഴിഞ്ഞ ആനകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചമയം കെട്ടിക്കഴിഞ്ഞിട്ട് നിൽക്കുന്നത് ആ പാണിഞ്ചെണ്ണം പാറമേക്കാവ് ഇറങ്ങി വന്നു കഴിഞ്ഞിട്ട് ആ പാണിഞ്ചെണ്ണം അവിടെ നിരന്ന് നിൽക്കുന്നത് ആ പ്രൗഢഗംഭീരമായ ആ ഒരു വല്ലാത്ത ഫീലാണ്. അത് കരിവീരന്മാരാണ് കാണണം. തനത് സൗന്ദര്യത്തിൽ കാണണം. അതാണ് ഏറ്റവും. ആനയുടെ അങ്ങനെ പ്രത്യേക ഇഷ്ടമൊക്കെ ഉണ്ടോ? എല്ലാവരും ഇപ്പൊ തൃക്കടൂർ ശിവരാജു, പാമ്പാടി രാജൻ, മറ്റേ ഉണ്ടായിരുന്ന ഗുരുവായൂർ പത്മനാഭൻ, ഇങ്ങനെയുള്ള ഇപ്പൊ കേശവൻ ഇപ്പൊ ഉള്ളതിലാണെന്നുണ്ടെങ്കിൽ തന്നെ നന്ദനൊക്കെ എന്ന് പറഞ്ഞാൽ വളരെയധികം ഇഷ്ടപ്പെട്ട ആൾക്കാരാണ്. പിന്നെ ഞങ്ങളുടെ നാട്ടിലാണെങ്കിൽ മൂത്തൊന്ന് ആനയുള്ളതാണ്. മൂത്തൊന്ന് പത്മനാഭൻ എന്ന് പറഞ്ഞ ആന ഉണ്ട്. മൂത്തൊന്ന് തന്നെ 3 ആന നേരത്തെ ഉണ്ടായിരുന്നു. ശങ്കരൻകുട്ടി, മണി, കുട്ടപ്പൻ ആനകളൊക്കെ ഉണ്ടായിരുന്നു. ആനയെ കാണാനാണ് വരുന്നത്. ഇത്രയും ആനകൾ ഒരുമിച്ച് കാണാന്ന് പറഞ്ഞാലും അതുതന്നെയല്ല ഈ പൂരത്തിന്റെ പോലെ. അത് ശരിക്കും പൂരങ്ങളുടെ പൂരം തന്നെയല്ലേ എല്ലാ അർത്ഥത്തിലും. ഇതിലും വലിയൊരു ചടങ്ങ് ആനകളുടെ എണ്ണാണെങ്കിലും മേളക്കാരുടെ എണ്ണാണെങ്കിലും മേളവും എല്ലാം ഇതൊരു പൂരങ്ങളുടെ പൂരം തന്നെയാണ്. തീർച്ചയായും ഒപ്പം വെക്കാൻ പറ്റിയ ഒരു പൂരം വേറെ ഇല്ല കേരളത്തിൽ. എന്താണെങ്കിലും അതുകൊണ്ട് തന്നെ എല്ലാം ആസ്വദിച്ച് തന്നെ ഒറ്റയ്ക്കാണോ? വേറെ ആരും ഒറ്റയ്ക്കാണോ? ഇങ്ങനെ കറങ്ങി എല്ലാവരും നടക്കും. അത് വല്ലാത്തൊരു അനുഭവമാണ്. എല്ലാ വർഷവും വരെയും ചെയ്യും. അത് പോകാന്റെ കാര്യം കൊണ്ട് എത്തിക്കാറുണ്ട്. തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അല്ലെങ്കിൽ കാരണവശാൽ ഇന്ന് വരണ്ടെന്ന് കരുതിയാലും എത്തിക്കും. എന്തായാലും പൂരം മനോഹരമാവട്ടെ. ഓരോരുത്തർക്കും ഓരോ തരത്തിലാണ് ഈ പൂരത്തിന്റെ ആസ്വാദനം. ചേട്ടൻ പറഞ്ഞില്ലേ ഒറ്റയ്ക്ക് വന്ന് ആനകളെല്ലാം കണ്ട് അതിന്റെ ഒരു ആസ്വാദനത്തിലങ്ങ് പോകുന്നതാണ്. അതായത് ഈ സ്ഥലത്ത് നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. ചിലർക്ക് തിരക്ക് ഇഷ്ടമാവണമെന്നില്ല. പക്ഷെ അങ്ങനെയുള്ളവർ തിരക്കിൽ കയറാതെ ഇവിടെ നടന്ന് ആസ്വദിക്കാൻ പറ്റുന്ന ഒരുപാട് സാഹചര്യമുണ്ട്. ഇതൊരു സ്ഥലം മാത്രമല്ലല്ലോ. ഇതിപ്പോൾ എവിടെ ചെന്നാലും ഇപ്പോൾ നമ്മൾ പാറമേക്കാവിൻ്റെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ പല ഒരുക്കങ്ങളും നടക്കുന്നുണ്ടാവും. അതേപോലെ ഘടകപൂരങ്ങളുടെ എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവും. അങ്ങനെ അതിൻ്റെ കൂടെ വേണം എഴുന്നള്ളത്തിൻ്റെ കൂടെ നടന്നു വരാം. അങ്ങനെ പലതുണ്ട് ഇതില്. നമുക്കിനി ഏറ്റവും പ്രധാനപ്പെട്ട ചില കാത്തിരിപ്പുകളുണ്ട്. അതൊന്ന് രാമന്റെ ഒരു വരവിന് വേണ്ടിയിട്ട് തന്നെയാണ് അല്ലേ? രാമൻ എവിടെ എത്തും, എപ്പോഴെത്തും എന്നുള്ളതൊക്കെയാണ് അറിയേണ്ടത്. ധനേഷിന്റെ സ്വന്തം ടീമാണല്ലോ തെച്ചിക്കോട്ടുകാവ് വരെ. എപ്പോഴെത്തും എന്താ അറിയുന്നത്? ആന അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയത്. അമ്പലത്തിൽ ഇറങ്ങി നേരെ ചെമ്പുകാവ്. അവിടെ നിന്ന് നോക്കണ്ടല്ലോ, അതൊരു പൂരായിട്ടിന് അവിടെ നിന്ന് ആൾക്കാർ വരിക. അത്രയും തിരക്കായിരിക്കും. തൃക്കടൂര് നല്ല ആനയാണ്. എല്ലാവരും പറഞ്ഞു തൃക്കടൂരാണ് ഏറ്റവും ഗംഭീര ആന വന്നിരുന്നത്. പക്ഷെ തൃക്കടൂര് നല്ല ആനയാണ്. നാട്ടാനൊക്കെ സൂപ്പറാണ്. പക്ഷെ രാമനെ വെട്ടാൻ രാമൻ മാത്രമേ ഉള്ളൂ. മത്സരത്തിനാണ് തയ്യാറാണ്. മത്സരമില്ല, രാമൻ വന്നാൽ മതി. അതായത് തൃക്കടൂര് ഈ നടയും രാമൻ അപ്പുറത്ത് നടയുന്നത്. ഇവിടെ 10,000 ആണെങ്കിൽ അപ്പുറത്ത് 1 ലക്ഷം പേരുണ്ടാവും. അതാണ് രാമന്റെ പവർ. ഇന്നലത്തെ അതായത് പൂരം വിളംബരത്തേക്കാൾ ആളുണ്ടാവുന്ന സമയം രാമൻ അതിന് സംശയമില്ല. ഇപ്പൊ ശിവകുമാർ നല്ല ആനേട്ടാ. ശിവകുമാറിന് പകരം ഇന്നലെ രാമനായിരുന്നെങ്കിൽ ഇവിടെ ഇന്നലെ ഒരു ചുരുങ്ങിയത് 50,000 പേര്. അതായത് 3 ദിവസം പൂരാക്കിയത് ചില രാമൻ തന്നെ. രാമന്റെ തെക്കോട്ടറക്കാണ് ഞാൻ കാണാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നല്ല ആളുണ്ടാവും. കാരണം ചെമ്പുകാവ് തന്നെ അവിടെ നിന്ന് ആൾക്കാർ ഒരു നല്ല തിരക്കുണ്ടായിരിക്കും, ഉറപ്പാണ്. ഈ വരുന്ന ആൾക്കാർ 3/4 ഭാഗം അവിടെ പോയിണ്ടാവും. ഇപ്പോൾ അവിടെ നിന്ന് ആ പൂരത്തിന്റെ കൂടെ വന്നിട്ട് ബാക്കി എന്നെ കൂട്ടിയിരുന്നപ്പോൾ എല്ലാവരും ആൾക്കാരുണ്ടാവുള്ളൂ. അവിടെ നിന്നുള്ളതാണ്. ധനേഷിന്റെ ഒരു അനുഭവം സ്വാഭാവികമാണ്. തൃശ്ശൂർക്കാരനായതുകൊണ്ട് തന്നെ തൃശ്ശൂർക്കാരൻ എന്നുള്ളതല്ല, ധനേഷ് തൃശ്ശൂർക്കാരനല്ല. അവൻ കൃത്യമായിട്ട് ഈ ആനക്കാരനാണ്. അതായത് പ്രത്യേകിച്ച് തെച്ചിക്കോട്ടുകാവ് മാത്രമാണ് അവന്റെ ലോകവും അവന്റെ ആന പട്ടികയിലുള്ളതും. നമുക്ക് ഈ ഒരു തെക്കേ നടയുണ്ടല്ലോ, തെക്കേ നട തുറന്ന് കാണുന്നത് ഈ ഒരു പൂരത്തിന്റെ സമയത്ത് ശിവരാത്രിക്ക് മാത്രമാണ്. അതിന്റെ ഒരു ഐതിഹ്യങ്ങളുണ്ട്. ചേട്ടാ ഇവിടുത്തുകാരനാണോ? തൃശ്ശൂർക്കാരനാണോ? എവിടുന്നാ വരുന്നത്? ഞാൻ ഛത്തീസ്ഗഡിൽ ആദ്യമായിട്ടാണോ? അല്ല, ആദ്യമായിട്ടാണ് വന്നത്. പക്ഷെ തൃശ്ശൂർ പൂരം കേട്ടിട്ടുണ്ടായിരുന്നു കുറെ പ്രാവശ്യം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.